അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ആ സമയം എത്രയോ 1:45 2 മണിയാവാറായി. അപ്പോൾ വന്ന് ചോറുണ്ടും. രാജേട്ടന് ലീവാണ്, പണിയില്ല. അപ്പോൾ അപ്പൂസിന് ഇന്ന് സ്കൂൾ നേരത്തെ ഉണ്ട്. അവന് PTA മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, പോയിട്ടില്ല. അപ്പം തൊട്ടുള്ള മാസി കേട്ടത് അവനേ ഞങ്ങൾ വന്നപ്പോൾ ചോറുണ്ടാവും തന്നെ ചോദിച്ചോട്ടെ അവനോട് എന്തൊക്കെ. മാസി കഴിഞ്ഞില്ലേ? മാവണ്ടല്ലേ കഴിഞ്ഞില്ല? നോക്കട്ടെ. ഹായ്, നല്ല കുട്ടിയായിട്ടുണ്ട് കേട്ടാ. അവൻ കഴിക്കണ്ടേ. രാജേട്ടനെ കണ്ടേ വന്നിട്ടാണ്. രസണ്ടാ? അവന് മോരൊക്കെ ഒഴിച്ചിടണു. അതില് മോരും പപ്പടൊന്നും കൂട്ടിയില്ല അല്ലേ കുഞ്ഞാ? പപ്പടം ഇഷ്ടല്ല? ഇഷ്ടല്ലേ? അയ്യോ. അപ്പോൾ അവനേ നമ്മൾ ഈ ഉണ്ടാക്കുമ്പോൾ കറിയിൽ പച്ചക്കറി കഷ്ണങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് അതിൻ്റെ കഷ്ണങ്ങൾ ചിരങ്ങിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ അതവൻ ചോറുണ്ടാണ്. ഞങ്ങളതൊക്കെ കഴിഞ്ഞൊരു പാത്രം എടുത്ത് വെച്ചു. അപ്പം ഇനി അവൻ്റെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വൃത്തിയാക്കണം. ഇവിടെയൊക്കെ വറ്റി നിറയെ ഉണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അമ്മൂട്ടി എത്തിയിട്ടില്ല കേട്ടോ. അമ്മൂന്ന് സ്കൂളിലെ വുമൺസ് ഡേൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ കഴിയുണ്ടാവും എത്താൻ. അങ്ങനെയൊക്കെ. അപ്പം ഇനി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് പിന്നെ പണികൾ തുടങ്ങണം. ഒരുപാട് പണികളുണ്ട്. കോഴികളാണെങ്കിൽ അങ്ങനെ കരയണം കേട്ടോ. കിരീനെ കണ്ടിട്ട് ചിലർ മുട്ടിട്ടിട്ടേ അവിടെ നിന്ന് കരയാണ്. നിർത്തുന്നില്ല. ഒരാളങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ നിർത്താണ്ട് കരയും. ഇത്ര ആട്ടിയുമ്പോൾ രാജേട്ടൻ്റെ പണി എന്തൊക്കെയാണെന്ന് പറയുന്നത്. ലീവാണ് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളെ മുന്നിൽ കാട് ഇന്നലെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളെ മുന്നിൽ നല്ല കാടുണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ കാടൊക്കെ വെട്ടി കുറച്ച് വെളിച്ചുണ്ട്. എന്തിനാ അവരിങ്ങനെ കരയിനാണ്? അവർ കോഴികൾ. അത് ഒരാളങ്ങോട്ട് കരഞ്ഞാൽ പിന്നെ എല്ലാവരും ചോറിനിലിരിക്കും. അപ്പോൾ ഇനി ബാക്കി പണികൾ തുടങ്ങണം. ഒന്നിങ്ങോട്ട് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട്. മാസം കഴിഞ്ഞിട്ടില്ല? അവിടെ ചോറുണ്ടാണ്. അപ്പം കുറച്ച് പണികളൊക്കെ വേഗം ഒരുക്കട്ടെ കേട്ടോ. നമ്മളെ മുന്നത്തെ ആ കാടില്ലേ, ആ കാടൊക്കെ ഉച്ചയ്ക്ക് രാജേട്ടൻ വെട്ടിയായിരുന്നില്ലേ? അവിടെ കുറേ വിറകുണ്ടായിരുന്നു കേട്ടോ. എന്നും പ്രാവശ്യം തെങ്ങാട് വീണിടുന്നത്. തെങ്ങിൻ്റെ അടുത്ത് ഞാൻ നല്ല വെട്ടിക്കൊക്കെ നല്ല ഏട് നിൽക്കണ വിറകാണ്. തെങ്ങിൻ്റെ എന്താ പറയുക, അതിൻ്റെ നാരല്ലേ, ആരി നല്ല ഉണങ്ങി കഴിഞ്ഞാൽ എല്ലാം കത്തും. അപ്പോൾ അത് വെട്ടിപ്പൊളിച്ചു. കളയും വിചാരിക്കണേ. ഇവിടെ എന്തെങ്കിലും വിത്തുകൾ കൊണ്ടുവന്നിട്ട് വെണ്ടയ്ക്കേൻ്റെ വിത്തുകളും കൂടെ കുഴിച്ചിടണം. ശരി, വെണ്ടയ്ക്കയുടെ വിത്ത് കൊണ്ടുവന്നിട്ട് കുഴിച്ചിടണം വിചാരിക്കുന്നുണ്ട്. സമയം 6 മണി ആയിട്ടാണ്. തിരുമ്പൽ കഴിഞ്ഞു. ചോറുണ്ട്, ചോറ് തിളപ്പിച്ച് ചേർക്കണം. അപ്പം ഇനി ഇതൊക്കെ ഇനി എടുത്ത് വെക്കണം. പക്ഷേ അല്ലെങ്കിൽ മഴ പെയ്താലേ അത് ഫുള്ള് ഇങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ട് കുറച്ച് സമയം കാണിച്ചു തരാം. ഇപ്പം ചോറ് ഞാൻ തിളപ്പിച്ച് വറക്കണുള്ളൂ. 2 ദിവസമായിട്ട് ഫുള്ള് ഗ്യാസുമല കേട്ടോ. വിറക് നമ്മളത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത്രയും വിറക് അവിടെ നിന്ന് കിട്ടിയതാ. നമ്മൾ അമ്പർത്തൊടിയുന്നു നല്ല ഉണങ്ങി ഓലക്കൊടി പോലെ ആയിട്ടുണ്ട്. നല്ല കപ്പം സുക്കാണത് തീ പിടിപ്പിച്ചിട്ടാണ്. അപ്പം എനിക്ക് ചുക്കുവെള്ളം ഉണ്ടാക്കണം. ചുക്കുവെള്ളം ഉണ്ടാക്കണം. കറി എന്താ അറിയില്ല കേട്ടോ. കറി ഇപ്പം കോഴി വെച്ചുണ്ടാക്കിയിട്ട് കറി ഉച്ചയ്ക്കത്തെ കറി ഉണ്ടിരിക്കണം. മീൻ ഇനിയിപ്പോൾ ഒന്നും മേടിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇന്ന് എന്താ ഉണ്ടായി അറിയാം? ഉച്ചയ്ക്ക് രാജേട്ടൻ പറഞ്ഞു ശരിയല്ല കേട്ടോ. രാജേട്ടൻ പറഞ്ഞ ഉച്ചയ്ക്ക് ഞാനുണ്ട് കുറച്ച് മീൻ മേടിച്ചിട്ട് വന്നിട്ട് വറുത്തിട്ട് എടുത്ത് വെച്ചാലോ, കുട്ടികൾക്കല്ലേ കൂട്ടാൻ പറ്റാത്തേ പറഞ്ഞിട്ടോ. അതിൽ അന്ന് മേടിച്ചോട്ടെ വറക്കാന്നൊക്കെ പറഞ്ഞ് ഞാൻ ലാബിലായിരുന്നു കേട്ടോ. എൻ്റെ രാജേട്ടൻ മുതിർച്ച അങ്ങോട്ട് വരുമ്പോൾ ഉണ്ട് അപ്പൂസ് വരണോ. അപ്പം എന്നോട് പറയുക ആ പ്ലാൻ പൊളിഞ്ഞു പറഞ്ഞേ. കാരണം അപ്പൂ വരുന്നില്ല, കുട്ടികളെ കണ്ടാൽ പിന്നെ കഴിക്കില്ലേ. അത് പറഞ്ഞിട്ടോ കഴിക്കില്ല, ഞങ്ങൾ കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ വേണ്ട അച്ഛൻ കുറച്ച് ദിവസമല്ലേ. അപ്പോൾ രാജേട്ടൻ ചിരിക്കുക. അപ്പോഴേ കാണുമ്പോഴേക്കും ചിരി വരിക. എൻ്റെ പ്ലാനൊക്കെ പൊളിഞ്ഞു പറഞ്ഞിട്ട് ഇന്ന് നേരത്തെ വിട്ടു. PTA മീറ്റിങ്ങൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോയിട്ടില്ല. അവൻ വല്ലാണ്ട് വാശി പിടിക്കുകയും ചെയ്തിട്ടില്ല. എന്താ അറിയില്ല, വേറെ എന്തൊക്കെയോ തിരഞ്ഞെടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞിട്ടേ. അപ്പം അങ്ങനെ ആ പ്ലാൻ പൊളിഞ്ഞു. അങ്ങനെ ചായ ഉണ്ടായി കുറച്ച് നേരം കിടന്നു കേട്ടോ. ചായ കുടിച്ചു. അമ്മൂന് ഇനി നാളെയൊന്നും ക്ലാസ്സില്ല. അപ്പോഴും ഇല്ല. നാളെ മറ്റേ സൺഡേ അല്ലേ. അപ്പം അവരുണ്ട്. അപ്പോഴേക്കും ഞാൻ എന്ത് പറയുമോ, ആ തെങ്ങിൻ്റെത് മഴ വെച്ചിട്ട് വെട്ടിയിട്ടേ കിട്ടി. രാജേട്ടന് കുറേ രാവിലെ മടാൾ മുറിച്ചല്ലേ അങ്ങനെ വെട്ടിയിട്ട് കൈയൊക്കെ വേദനയായിരുന്നു.
അപ്പം പിന്നെ ഞാനതൊക്കെ വെട്ടിച്ചിട്ട് നാളെ ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. മഴ പെയ്താൽ പോയിട്ടോ. അപ്പം അതിൻ്റെ മേലെ കവർ എന്തെങ്കിലും ഇടാറുണ്ട്. വിറകില്ലാത്തിട്ടേ കുറേ ദിവസം വയ്യാണ്ടായിട്ട് പോയിട്ട് അറിയില്ല. ഇനിയിപ്പോൾ എന്താ, ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് സ്പെഷ്യലായിട്ട് ഇപ്പോൾ സോയാബീൻ എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. കുട്ടികൾക്ക് അതെങ്ങനെയും നമുക്ക് വെറൈറ്റി പോലെയൊക്കെ വെക്കാം. വെറൈറ്റി പോലെ എങ്ങനെ വെച്ചാൽ അപ്പൂനെ മുന്നേ ഇഷ്ടം കേട്ടോ സോയാബീൻ. എനിക്കത് വലിയ ഇഷ്ടമല്ല സോയാബീൻ. അപ്പോൾ ആകെ നനഞ്ഞു. ഞാൻ ആ മാക്സിയെ ഏതായാലും പഴയ മാക്സിനെ ഇട്ടാണ് നിന്ന് അടിച്ചോരിയാൻ മുടിച്ചിരില്ലേ. അപ്പം അത് കഴിഞ്ഞപ്പോൾ വിളക്ക് വയ്ക്കാൻ തുടങ്ങായി. അപ്പം ഇനി വേഗം നോക്കട്ടെ കേട്ടോ, എന്താ കൊണ്ടുവരുന്നത് നോക്കട്ടെ. കടയിൽ നിന്ന് എന്തെങ്കിലും കറി വെക്കാൻ ഉപ്പേരിക്ക് എന്തെങ്കിലും കൊണ്ടുവരും നോക്കട്ടെ കേട്ടോ. ചോറ് ഞാൻ തിളപ്പിച്ച് വറുക്കുന്നു കേട്ടോ. ചോറുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു അറിയോ, സ്പെഷ്യലായിട്ട് എന്താ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് പറയുക. ആദ്യം സോയാബീൻ കൊണ്ടുവന്നു. ഇതുണ്ടോ നമ്മുടെ പച്ചമുളകിൽ പൊക്കട്ടിട്ട് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു. പിന്നെ പപ്പടം, പിന്നെ അമ്മൂട്ടി ഉണ്ടാക്കി കാണോ, നമ്മളല്ല ഇവിടുന്ന സമയത്ത് അമ്മൂട്ടി ഉണ്ടാക്കി ഇതാട്ടാ. ഇഞ്ചിയും പച്ചമുളകൊക്കെ പാടൊക്കെ മോരി ചൊടുക്കി. പിന്നെ കടയിൽ വരുമ്പോൾ അമ്മ ഉണ്ടാക്കിയത് തന്നെയാണതേ. ചിരിക്കാണ് അണക്ക് മാത്രമോ? ഞങ്ങൾക്കില്ല, എനിക്കൊന്നും ഉണ്ടാക്കി തരില്ല. സോയാബീൻ കൊണ്ടത് നാളേക്ക് രണ്ടാമത്. പിന്നെ കറി എന്താ അറിയോ, കറി നമ്മൾ രാവിലെ വെച്ച കറിയല്ലേ അതുണ്ട്. അപ്പം രാത്രി അത്രയും കറിയുണ്ട്, ഇത് വെറുതെ കളയണ്ടേ. അപ്പം ഞാൻ കറി വെച്ചില്ല, അത് ഞാൻ മുരിങ്ങനെ താളിക്കൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അവിടെ ലൈവ് വെച്ചിട്ട് 1 മണിക്കൂർ എന്തായാലും കഴിഞ്ഞു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം തൊട്ട് 1 മണിക്കൂറിൽ കൂടുതലായി. അപ്പോൾ അങ്ങനെ ലൈവ് കഴിഞ്ഞ് എല്ലാവരും പോയി. കുറേ നേരം വർത്താനം പറയുമ്പോൾ നമുക്ക് എങ്ങനെ അറിയോ, അവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവരുടെയൊക്കെ ഒരു മുഖം ഏകദേശം കിട്ടിയാൽ മതി. പിന്നെ ആ വിറക് ഉണ്ടാക്കലും ഒക്കെ പാടിയിട്ടേ ഇന്ന് മേല് വേനിക്കാൻ മതിയായിരുന്നു. കാരണം വിറകൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. മഴ പെയ്യാതിരുന്നാലും മതിയായിരുന്നു. മഴ പെയ്താൽ ഫുള്ള് നനയും. ഞാൻ ഞായറാഴ്ചക്കൊന്ന് പോകണം വിചാരിക്കുന്നുണ്ട്, എന്താ പറയുക വിറകിനെ. അപ്പം ഇനി വേഗം ചോറൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവരും നല്ല പറ്റുന്ന ഇതൊക്കെ കൊണ്ടു കൊടുക്കട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ ചോറിനൽ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ കഴുകിച്ചു കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകിച്ച് ഒരു പായടാൻ തുടങ്ങാറുന്നു. ഒരു പായടാച്ചിട്ടേ ഞാൻ രാജാവിൻ്റെ കൂടെ കിടക്കാറ്. അവിടെ പായ ഇട്ട് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ്. ഇനിയിപ്പോൾ നാളെ 3 നേരത്തെ കഴിക്കണോ? നാളെ 4 മണിക്ക് കഴിക്കണം അവിടെല്ല. ഇന്നലെയൊക്കെ വിളിച്ചായിരുന്നു. പിന്നെ ചിലപ്പോൾ മറ്റന്നാൾ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാളെ വിളിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. അപ്പോൾ തീയാണ് ഇട്ടത്. രാവിലെ വെള്ളം പറഞ്ഞിടാതെ അങ്ങനെ രാത്രി കത്തിപ്പിടിച്ചാലോ. കുറേ വറകടെ കൊത്തിയിട്ടുണ്ട്. രാത്രി മഴ പെയ്യുമെന്തോ അറിയില്ല, പെയ്യാതിരിക്കട്ടെ വിചാരിക്കുന്നുണ്ട്. കാരണം അതൊന്നും കൂടെ ഉണങ്ങിയാൽ തെങ്ങിൻ്റെ ഉള്ളാവുകൊണ്ടേ ആ ആരിൻ്റെ ഉള്ളിൽ വെള്ളം കയറി പിന്നെ അത് എന്താ പറയുക, അത് കത്തിപ്പിടിക്കില്ല. അങ്ങനെയോ നല്ല വെയിലുണ്ടോ വെയിലുണ്ടോ ശരിയാവും. അപ്പം ഇനി ഇന്നത്തെ കുഞ്ഞു വിശേഷം കേട്ടോ. ചോറെല്ലാം കഴിഞ്ഞപ്പോൾ രാവിലെയൊക്കെ നേരത്തെ നയിക്കണം. പണികൾ കുറേ ഉണ്ട്. നാളെ നമ്മൾ ക്ലാസ്സിലെത്തോണ്ട് കുറച്ചൊക്കെ ചെയ്യും, പക്ഷെ പഠിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ രാജേട്ടൻ ഉമ്മക്കിരിക്കും. ചോറ് കഴിഞ്ഞാൽ കുറച്ചേരം ഉമ്മക്കിരിക്കും. അപ്പോൾ അവിടെ ഗെയിം കളിയില്ല ഫോണിൽ. അപ്പോൾ അതൊക്കെ വിശേഷം കിട്ടാൻ കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ്.